ഉച്ചി മുതല് ഉള്ളങ്കാല് വരെ വേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന 5 പേര് കർത്താവ് ഇപ്പോൾ വിടുതലെന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വേദന അനുഭവപ്പെടുന്നവര് 5 പേര് കർത്താവ് വിടുതലുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വേദനയില്ലാത്ത ഒരു ഭാഗങ്ങളും ഇല്ല. യേശുവേ നന്ദി. തലയ്ക്കകത്തുണ്ടാകുന്ന വിങ്ങലും വേദനയും തലയ്ക്ക് പെരുപ്പും കർത്താവ് എടുത്ത് മാറ്റി സൗഖ്യം തന്ന 3 പേരെ ഇപ്പോഴ് അനുഗ്രഹിക്കുന്നുണ്ട്. പെടലിയുടെ പുറകിൽ ഇങ്ങനെ വെട്ടല് പോലെ അനുഭവം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നത്. വെട്ടല് പോലുള്ള അനുഭവം. യേശുവേ നന്ദി. ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വഴിതെറ്റിപ്പോയ ഏതോ വ്യക്തിയുടെ ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നത്. വഴിതെറ്റിപ്പോയത് ഇങ്ങോട്ട് വരുമ്പോഴേ വഴിതെറ്റിപ്പോയ ആരെങ്കിലും ഉണ്ടാക്കി കൂട്ടത്തില് ഇന്ന് വന്നിട്ടുള്ള കൂട്ടത്തിൽ ആരെങ്കിലും വഴിതെറ്റിപ്പോയവര് അതിനുണ്ടോ? ബസ് വണ്ടിയിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴോ തെറ്റിപ്പോയി എന്നവരെ ഇവിടെ യഥാസമയം വന്നെത്താനായിട്ട് മാതാവ് അനുവദിച്ച് അതിനുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? യേശുവേ നന്ദിയാണ്. ഇപ്പോഴാ അങ്ങനെയുള്ള വ്യക്തി ഇവിടെ ഇരിപ്പുകൊണ്ട് അവര് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അതെങ്ങനെയാ പറയുന്നത്, എന്തോ പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ അവര് തന്നെ സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുക. താടിക്ക് വേദനയും വായിക്കോട്ടായിട്ട് കഴിയുമ്പോഴേ ഈ ഇണക്ക് തെറ്റിപ്പോകുന്ന അവസ്ഥ. അബദ്ധവശാലങ്ങൾ ഇങ്ങനെ ആന്ന് പറഞ്ഞ് വായിക്കോട്ടായിട്ട് കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് ഇടുക്ക് തെറ്റിപ്പോകും. പിന്നെ വാ അടയാനായിട്ട് പ്രയാസം. ഇങ്ങനെ താടിക്ക് തട്ടിയെങ്കിലേ വായ അടയത്തും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. വായിക്കോട്ടായിട്ട് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ വേദനയും വായുടെ ഇതിനെ ഈ താടിക്ക് തട്ടിയെങ്കില് അത് നേരെയാകട്ടെ. ഏതെങ്കിലും ദുഃഖമോ വിഷമോ ഒക്കെ ഉണ്ടാകുമ്പോഴേ ശ്വാസം മുട്ടലും വിമ്മിഷ്ടം ഉണ്ടാകുന്നവരെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നു. മഴക്കാറ് കണ്ട് ഇരുള വ്യാപിക്കുമ്പോഴും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് വിമ്മിഷ്ടം തോന്നുന്ന അവസ്ഥ, ശ്വാസം മുട്ടല്, ഇങ്ങനെയുള്ളവരെ കർത്താവ് മോചിപ്പിക്കുന്ന. യേശുവേ നന്ദിയാണ്. ശരീരത്തിന്റെ പല ഭാഗത്തും ചൊറിച്ചിൽ, ഒരേ ഭാഗത്ത് തന്നെ ചൊറിച്ചില്. ഇടതേ കാലിന്റെ തൊടവശത്ത് എപ്പോഴും ചൊറിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ തിണർത്ത് വരുന്നവരുടെ അനുഭവം. കുറച്ച് വീതി നീളത്തില് ചൊറിച്ചിലൂടെ ഇങ്ങനെ തിണർത്ത് വരും. ഇങ്ങനെയുള്ള അനുഭവം ഉള്ളവരുടെ കരങ്ങൾ നിർത്തുക. മിക്കവാറും ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടും. ആ ചൊറിച്ചിൽ ഇങ്ങനെ തിണർത്ത് വരുന്ന അനുഭവം കർത്താവ് അത് വിടുതലുണ്ട്. ആമാശയം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന രോഗമുള്ള മക്കളെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ഇപ്പോഴും ആമാശയം ചുരുങ്ങിക്കൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവൊക്കെ കുറയുന്നു. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഓക്കാനം വരുന്നു. ആഹാരം കണ്ടു കഴിയുമ്പോൾ മടുപ്പ് തോന്നും. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ആഹാരം കണ്ടു കഴിയുമ്പോഴ് മടുപ്പ് തോന്നുന്ന, ആഹാരം കണ്ടു കഴിയുമ്പോഴേ ഓക്കാനം തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള വായിക്കൂടി ഇങ്ങനെ വെള്ളം കിരീരാന്ന് വെള്ളം വരുന്നു. ആഹാരം കഴിക്കാൻ സാധിക്കുന്നില്ല. യേശുവേ നന്ദി. അസ്ഥികളെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന രോഗമുള്ള ഏതാണ്ട് 5 പേരോടോ ഈ കൂട്ടത്തിലുണ്ടെന്ന് കരുതാ പറയുന്ന അസ്ഥികളും ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്ഥി പൊടിയുന്നു. അങ്ങനെയുള്ള രോഗമുള്ളവരുടെ അടയാളങ്ങളാണ്. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തൊടുകയോ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ വലിയ വേദന അനുഭവപ്പെടും. നല്ല വേദന. ഇപ്പം കൈയുടെ ഈ ഭാഗത്ത് നിന്ന് തൊട്ടാലെ വേദന, ഇണക്കിനൊക്കെ ഇങ്ങനെ തൊടുമ്പോഴ് നല്ല വേദന അനുഭവപ്പെടുന്നു. അത് കാലിനോ കൈക്കോ ഒക്കെ ആയിരിക്കാം. ഇങ്ങനെ തൊടുന്ന സമയത്ത് വേദന അനുഭവപ്പെടുന്നു. ഇങ്ങനെയുള്ള അനുഭവം ഉള്ളവരുണ്ടായി കരങ്ങൾ ഉയർത്തുക. അസ്ഥി പൊടിയുന്ന രോഗം കർത്താവുമ്പോഴ് 5 പേർക്ക് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി. നാവിന്
കട്ടി കൂടുന്ന രോഗം, നാവിന് കട്ടി കൂടുന്ന രോഗം കർത്താവിടുന്ന് മാറ്റുന്നു. കാരണം ഇച്ചിരി സ്പീഡിൽ സംസാരിച്ചു കഴിഞ്ഞാല് അക്ഷരസ്ഫുടതയില്ല. സ്പീഡിൽ സംസാരിക്കുമ്പോൾ അക്ഷരസ്ഫുടതയില്ല, വേറെ വാക്കുകളൊക്കെയാണ് വരുന്നത്. വ്യക്തമായ രീതിയിൽ സംസാരിക്കാനായിട്ട് സാധിക്കത്തില്ല. അക്ഷരസ്ഫുടതയില്ലാത്ത അവസ്ഥ, നാവിന് കട്ടി കൂടി വരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയുള്ളവരുണ്ടെങ്കിൽ കരങ്ങളുവരുടെ കർത്താവ് നാവുകളെ വിശദീകരിക്കുകയാണ്. യേശുവേ നന്ദി. ദുർസ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെടുന്ന അവസ്ഥ, ആനയും പുലിയെയും കടുവയൊക്കെ സ്വപ്നത്തിൽ കാണുന്ന സ്വഭാവം, പാമ്പിനെ സ്വപ്നം കാണുന്ന സ്വഭാവം, ഇങ്ങനെയൊക്കെ ഉള്ളവര് കരങ്ങൾ ഉയർത്തുക. കാട്ടിലെ മൃഗങ്ങളൊക്കെ നാട്ടിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും വരാനുള്ള സമയമൊക്കെ അടുത്ത് വരുക. അപ്പൊ ഇങ്ങനെ ദുർസ്വപ്നങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. എപ്പോ സ്വപ്നം കണ്ടാലും ആന സ്വപ്നം കാണുന്നവര്, എന്തോ കറുത്ത രൂപം, ആനയല്ലെങ്കിൽ കറുത്ത രൂപം സ്വപ്നം കാണും. ഇങ്ങനെയുള്ളവര് കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. രണ്ട് ബ്രസ്റ്റിനകത്തുണ്ടാകുന്ന ചൊറിച്ചിലും വേദനയും കർത്താവപ്പോഴ് എടുത്തു മാറ്റി സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നു. രണ്ട് ബ്രസ്റ്റിനകത്തുണ്ടാകുന്ന ചൊറിച്ചിലും വേദനയും നിങ്ങളുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ബ്രസ്റ്റിനകത്ത് ചൊറിച്ചിലും വേദനയും ഉള്ളവര് യേശുവേ നന്ദിയാണ്. കാലിന്റെ പത്തിക്കും മുട്ടുമുതൽ താഴോട്ടും അതീവ ശക്തമായിട്ടുള്ള പിടുത്തവും വേദനയും അനുഭവപ്പെടുന്ന മക്കളെ കർത്താവപ്പോഴ് മോചിപ്പിക്കുന്നുണ്ട്. കാലിന്റെ മുട്ടിനും പാദത്തിനുമൊക്കെ പിടുത്തവും വേദനയും. ഇരുന്നിട്ട് കഴിയുമ്പോഴേ ഒരു സൈഡ് മൊത്തം വേദന അനുഭവപ്പെടുന്നുണ്ട് കാലിന്. അങ്ങനെയുള്ളവരും കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദിയാണ്. വെറുപ്പ് നിമിത്തം സഹോദരങ്ങളുമായിട്ട് മിണ്ടാൻ ഒരുപാട് ബുദ്ധിമുട്ട്, അയൽവാസികളുമായിട്ടുള്ള പിണക്കം, എത്ര ശ്രമിച്ചിട്ടും അത് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ പിണക്കം ഉള്ളവരുണ്ടായി കരങ്ങൾ ഉയർത്തുക. മറ്റുള്ളവരോട് രമ്യതപ്പെടാൻ പറ്റുന്നില്ല, ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ക്ഷമിക്കാതൊക്കെ ഇരിക്കുന്നതോടെ കൊണ്ടാണ് ഈശോ കുരിശുമരണം സ്വീകരിക്കുന്നതെന്ന് ഓർക്കുക. ഈശോ ക്ഷമിച്ചതുപോലെ കൊളോസസ് 3:13 പറയുന്നുണ്ട്, ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക. യേശുവേ നന്ദി. കുടുംബത്തിൽ സംശയരോഗം ഉള്ള വ്യക്തികളെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. തുറന്നു പറയാൻ പറ്റാത്ത രീതിയിൽ ജീവിതം ഒരുപാട് പരിധി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് കർത്താവ് പറയുന്നത്. സംശയ ജീവിതം കൊണ്ട് ജീവിതം പരിധി പോകുന്നു. സംശയാവസ്ഥയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. ആരെങ്കിലുണ്ടോ സംശയരോഗമുള്ളവര്? ഭാര്യ, ഭർത്താവോ ആരെങ്കിലും സംശയരോഗമുള്ളവരാരെങ്കിലും ഉണ്ടോ ഈ കുടുംബത്തിൽ? യേശുവേ നന്ദിയാണ്. ഇതുവരെയും കൗൺസിലിംഗ് കൂടിയിട്ടില്ലാത്തവരുടെ കരങ്ങൾ ഉയർത്തുക. ഇതുവരെയും കൗൺസിലിംഗ് കൂടിയിട്ടില്ല അങ്ങനെയുള്ളവർ. ഈശോയുടെ പ്രാർത്ഥന കൗൺസിലിംഗ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ ഈസ്റ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ കൗൺസിലിംഗ് ഒക്കെ. അടുത്ത വെള്ളിയാഴ്ചയൊന്നും കൗൺസിലിംഗ് ഇല്ല. അതുകൊണ്ട് ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് ഇനി കൗൺസിലിംഗ് ഒക്കെ ഉള്ളത്. താഴത്തെ ഇടത് സൈഡിലും മേളത്തെ വലത് സൈഡിലും പല്ലുവേദനയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. താഴത്തെ ഇടത് സൈഡ്, മേളത്ത് വലത് സൈഡ് പല്ലുവേദന, ഊന് പഴിക്കുന്ന രോഗം, പല്ലുവേദന, ഊന് പഴിക്കുന്ന രോഗം ഉയർത്തായപ്പോഴ് നന്ദി ആരാധിക്കുക. മസിൽപിടുത്തം കൊണ്ട് ഒരുപാട് മരണവെപ്രാളം ഉണ്ടാകുന്ന വ്യക്തികളുടെ കരങ്ങൾ ഉയർത്തുക. മസിൽപിടുത്തം ഉണ്ടാകുമ്പോഴേ മരണവെപ്രാളം തോന്നുന്ന അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക.
യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഫാനോട് പേടി, മേളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സീലിംഗ് ഫാനോട് പേടി, അങ്ങനെയുള്ളവരുടെ കരങ്ങൾ വരുന്നത് ഇങ്ങനെ മരന്ന് കിടക്കുമ്പോഴേ ദൈവം ഇതങ്ങനെ ഊരി വന്നാൽ എന്താ ചെയ്യും എന്ന് പറഞ്ഞ് ഫാനിന്റെ കീഴിൽ നിന്ന് മാറി കിടക്കുക, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്യുകയോ ചെയ്യും. ഫാനിന്റെ കീഴിൽ നിന്ന് മാറി കിടക്കുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെയുള്ളതുണ്ടെങ്കിൽ കരങ്ങൾ വരുത്തുക. ഫാൻ പേടി, ഇത് പേടിയുള്ളവർ മാത്രമല്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. ഇവിടെ പേടിയുണ്ട് ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാല് കൂടെ കിടക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ? അങ്ങനെ പേടിയുള്ളവരുണ്ടെങ്കിൽ കരകൾ നിർത്തുക. ഉണ്ടോ ആരെങ്കിലും ഫാനോട് പേടിയുണ്ട്? യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇതൊക്കെ നിങ്ങള് തമാശയായിട്ടായിരിക്കും ചിന്തിക്കുന്ന. പലരുടെ ഫാൻ ഊരി വീണുണ്ട്. ഈ പേടിയുള്ള ആളെ കീഴിൽ കിടന്നാൽ മതി, അത് അതേപോലെ തന്നെ സംഭവിക്കുമെന്ന്. മൂക്കിൽ ദശ കളിക്കുന്നവരായിട്ടുണ്ടോ? മൂക്കില് ദശ കളിക്കുന്നവരായിട്ടുണ്ടോ? കർത്താവ് വിടുതൽ യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളോട് കൂടെ അമ്മയുടെ സൈന്യനിരയില് പ്രാർത്ഥിക്കുന്ന രാജ്യങ്ങള് ഏതാണ്ട് 17-18 രാജ്യങ്ങൾ ഇപ്പോഴേ നമ്മുടെ കൂടെ അമ്മയുടെ സൈന്യനിരയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. 2000 കോപ്പിയാണ് നമ്മളിവിടെ അടിച്ചിട്ടുള്ളത്. ആ 2000 കോപ്പിയെ കൊടുക്കത്തുള്ളൂ. അതല്ലാതെ വേറെ കോപ്പിയുടെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇതിന്റെ പ്രയോജനം ഒരുപാട് വരുന്ന അനർത്ഥങ്ങള്, രോഗപീഡനങ്ങള്, കുടുംബ തകർച്ചകള്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒഴിവാകുന്നതാണ് അമ്മയുടെ സൈന്യനിരയുടെ പ്രാർത്ഥന. ഒരുപാട് മാറ്റങ്ങളാണ് അതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോഴേ ഇതുവരെ അതിൽ ചേരാത്ത ആരെങ്കിലുണ്ടോ? അമ്മയുടെ സൈന്യനിരയിൽ അംഗമായിട്ട് ചേരാത്ത ആരെങ്കിലുണ്ടോ? അങ്ങനെയുള്ളവരുടെ കരങ്ങൾ കരുതുകയെന്ന്. അമ്മയുടെ സൈന്യനിരയുടെ കാർഡ് കിട്ടാത്തവരുണ്ടെങ്കിൽ കരങ്ങൾ കരുതുക. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ആ പേര് പറഞ്ഞ് നിങ്ങൾ ആ കാർഡ് മേടിച്ചിട്ട് പോവുക. ഒരു ദിവസം ഒരു 53 മണി ജപമെങ്കിലും നിങ്ങൾ ചൊല്ലുക. ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളവർ കരങ്ങൾ കരുതുക. ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളവർ, ഈ കൈ പൊക്കിയവർ ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വരരുത്, ലൈനിൽ പ്രാർത്ഥനയ്ക്ക് വരരുത്. നിങ്ങളവിടെ കസേര ഇടുമ്പോഴവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ടിരിക്കണം. ഈ ഉച്ചാരണ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം ആര് വന്നാലും ഇരുത്തത്തില്ല. ബാത്റൂമിൽ പോയെന്നൊന്നും അവിടെ വന്ന് പറയരുത്. ഉച്ചാരണ പ്രാർത്ഥന ഉടനെ തന്നെ അവിടെ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ അവിടെ വന്ന് ഇരിക്കാനായിട്ട് തയ്യാറാകുക. കൗൺസിലിംഗ് ആവശ്യമുള്ളവര് അടുത്ത ഈ മെയ് മാസത്തിലെ കൗൺസിലിംഗ് ഉണ്ട്. അന്നേരമാണ് നിങ്ങൾ വരേണ്ടത്. കൗൺസിലിംഗ് വരും. ആരുടെയും കുടുംബത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മുട്ടായിയൊക്കെ ഉണ്ട് ഒരുപാട്. ആ ഏഞ്ചല് 4 വയസ്സ്, സച്ചിൻ 12 വയസ്സ്. ആ ശരണ്യ എന്ന മകള് മരിച്ചിട്ട് 1 വർഷമായ അതിന് മിഠായി തന്നിട്ടുണ്ട്. അതിന്റെ ആത്മശാന്തിക്ക് പ്രാർത്ഥിക്കുകയും നന്ദി. കുഞ്ഞുങ്ങള് ഇല്ലാതിരുന്ന് ഇവിടെ വന്നതിന് ശേഷം മാതാവ് ഇവിടുത്തെ കുഞ്ഞാണ് 4 വയസ്സാകുന്നത്. ഇതിന് 12 വയസ്സ് ആയ മകനെ അവിടെ ആരോഗ്യ കർത്താവ് വർദ്ധിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും നന്ദി. ഒരുപാട് പേര് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ട് സാക്ഷ്യപ്പെടുത്താനൊന്നും തയ്യാറാകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തീരും. കാരണം ആ കുഞ്ഞുങ്ങൾ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ തീർത്താ തീരാത്ത രോഗങ്ങൾക്ക് അവർ അടിമയായിട്ട് തീരും. ആശുപത്രിയിലൊന്നും കൊണ്ടുപോയാൽ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. ഇതിന്റെ കരങ്ങൾ